ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇഡിയുടെ അറസ്റ്റ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന് കെജ്രിവാൾ അറിയിച്ചു. ജയിലിലിരുന്ന് ഭരിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. ऐसी खबर आ रही है कि ईडी ने अरविंद केजरीवाल जी को अरेस्ट कर लिया है। ये बिल्कुल साफ था, जितनी भारी संख्या में पुलिस आई थी, जितनी भारी संख्या में पैरामिलिट्री फोर्सेस यहाँ पे स्टेशन थे, कि आज ईडी अरविंद केजरीवाल जी को अरेस्ट करने के लिए आ रही है। अरविंद केजरीवाल का अरेस्ट भारतीय जनता पार्टी की और प्रधानमंत्री नरेंद्र मोदी जी की एक राजनीतिक साजिश है। प्रधानमंत्री नरेंद्र मोदी जी को अगर किसी एक नेता से डर लगता है तो वो नेता अरविंद केजरीवाल है. അനൂപ് ദാസിലേക്ക് പോകുന്നു. അനൂപ്, ഇപ്പോ ഈ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവർ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രതിഷേധക്കാരെ പോലീസ് വിവിധ വാഹനങ്ങളിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഇപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത്? കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തുകയാണോ? അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും വീടിനകത്ത് തന്നെയാണ്. പുറത്ത് അർദ്ധസൈനിക വിഭാഗം, ഡൽഹി പോലീസ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എല്ലാം ഉണ്ട്. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നിരവധി പേർ ഉണ്ടായിരുന്നു. അവർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. മുഴുവൻ ആളുകളെയും കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്താണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്. പക്ഷേ അവിടേക്ക് പോയാൽ അവിടെ ജാമറുകൾ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ തത്സമയം ഈ വിവരങ്ങൾ നൽകാൻ കഴിയാത്തതിനാണ് അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ഈ പ്രവർത്തകരെ, കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ കൊണ്ട് സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഡൽഹി മേയർ ഒപ്പം തന്നെ മന്ത്രിമാർ എല്ലാം ഇവിടേക്ക് എത്തിയിരുന്നു. അവരെല്ലാം പക്ഷേ മറ്റിടങ്ങളിലേക്ക് മാറുകയാണ്. നാളെ രാവിലെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ആലോചന ആം ആദ്മി പാർട്ടിക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടിയുടെ നേതൃത്വം കടന്നിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളാണ് ആം ആദ്മി പാർട്ടിയുടെ എല്ലാം നട്ടെല്ല്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വമ്പൻ പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ ഇന്ത്യ സഖ്യ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടത്താനുള്ള ആലോചനയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയായി തുടരും, ജയിലിൽ നിന്ന് ഭരിക്കും അരവിന്ദ് കെജ്രിവാൾ എന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചനകൾ ലഭിച്ചപ്പോൾ ജയിലിനകത്തിരുന്നും ഡൽഹിയെ ഭരിക്കും എന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഡൽഹി മേയർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഡൽഹിക്കാർക്ക് അറിയാം അരവിന്ദ് കെജ്രിവാളിനെ, അവരുടെ സ്നേഹം കെജ്രിവാളിനൊപ്പമുണ്ട്. ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് ഡൽഹിക്കാർക്ക് അറിയാം എന്നുള്ളതാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കം ഡൽഹിയിൽ നടന്നതിന് ആഴ്ചകൾക്ക് പിന്നാലെയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു.